ഓക്കെ. എവിടെ ബാക്കിയൊക്കെ എവിടെ എല്ലാരും? മാജിക് ആരുടെയും മോർണിംഗ്. കേൾക്കുന്നില്ലല്ലോ. ഓക്കെ. ശരി, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ എടുക്കുന്ന നമ്മുടെ HRD ട്രെയിനർ ആൻഡ് നമ്മുടെ ബി മാജിക് മെമ്പർ കൂടെ ആയിട്ടുള്ള നമ്മുടെ ജൂബി മാം ആണ്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് വ്യക്തിത്വ വികസനം കുട്ടികളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻവിറ്റേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ജൂബി മാമിനെ ഇൻവൈറ്റ് ചെയ്യാൻ. ജൂബി മാം, പ്ലീസ് വെൽക്കം മാം. ഗുഡ് മോർണിംഗ് എവരിബഡി. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ജൂബി ഷിബു. സ്ഥലം മോള് പറഞ്ഞ പോലെ മൂവാറ്റുപുഴയിലാണ്, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ്. ഞാനൊരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ബി മാജിക്കിന്റെയും മറ്റു കമ്മ്യൂണിറ്റീസിന്റെയും ഒരു പാർട്ടായിട്ടും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ സബ്ജക്റ്റ് ഇന്ന് വ്യക്തിത്വ വികസനം കുട്ടികളിൽ നിന്നും. നമുക്കറിയാലോ, ഏതൊരു സമൂഹവും വലിയ സമൂഹം ഉണ്ടാകുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ്. ആ വ്യക്തി ഉണ്ടാകുന്നത് ഒരു കുട്ടിയിൽ നിന്നാണ്. അപ്പോൾ ഈ കുട്ടികളിലേക്ക് നമ്മൾ ആദ്യം പകർന്നു കൊടുക്കുന്ന പാഠങ്ങൾ അവരിലേക്ക് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അവരിലൂടെ നടന്ന് അത് പ്രാക്ടിക്കലായിട്ട് നടത്തിക്കൊണ്ടുവരാനൊക്കെ നമ്മൾ പറ്റുമ്പോഴാണ് നമ്മുടെ കുട്ടികളിലെ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായ ഒരു വളർച്ച ഉണ്ടാവുകയും അത് അവരുടെ ഒരു സമൂഹത്തിലേക്കും ഒരു വ്യക്തിത്വ വികസനത്തിലേക്കും നമ്മുടെ ഒരു രാഷ്ട്രത്തെ തന്നെ പടുത്തുയർത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് കുട്ടികളാണ്. നമ്മുടെ APJ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന സർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ നമ്മൾ തന്നെ സ്വപ്നം കാണാൻ പഠിക്കണം. ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ ചിന്തകളായിട്ട് മാറും. ആ ചിന്തകൾ നിങ്ങളെ പ്രവൃത്തിയിലേക്ക് നയിക്കും. പ്രവൃത്തി നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കും ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ നിലയിലേക്കും ഒക്കെ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കാരണമായി മാറും. അതുകൊണ്ട് അദ്ദേഹം പല പല സ്കൂളിലും കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം നിരന്തരം വിസിറ്റ് ചെയ്യുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അവരുടെ ക്വസ്റ്റ്യൻസിന് മറുപടി പറയുകയും അദ്ദേഹത്തിന്റെ വിജയകഥയെല്ലാം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയും അവരെ സ്വപ്നം കാണാനൊക്കെ അല്ലെങ്കിൽ പുതിയ വിഷനും മിഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്, ഇതൊരു എൻ്റെ ഒരു സംസാരം മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ദയവേത് എല്ലാവരും കൂടി സഹകരിക്കണം, വീഡിയോക്ക് ഒന്ന് ഓണാക്കണം. എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളെല്ലാവരും പേരൻസ് ആണ് അല്ലേ? ഏകദേശം നമ്മളെല്ലാവരും പേരൻസ് ആണ്. നമ്മൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെയാണ് അല്ലേ? നോ? അതെ 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 അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഫീലിങ്സും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ വ്യക്തിത്വ വികസനത്തിൽ പാർട്ടായിട്ട് മാറാനും ഒക്കെ നമുക്ക് പറ്റുന്നത്. അപ്പൊ ഇത് എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാ മനസ്സറെ? തീർച്ചയായിട്ടും ഒരമ്മയുടെ വയറ്റില് നമ്മുടെ ഒരു കുട്ടി രൂപപ്പെടുന്ന അന്നു മുതൽ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവന്റെ ചിന്തകള് വരുവാണ്. നമ്മൾ മനസ്സിലാകാതെ അല്ലെങ്കിൽ നമ്മളിൽ പലരും മനസ്സിലാകാതെ പോയിട്ടുള്ളത് നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടികള് നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈമിലൊന്നും നമ്മൾ അറിയാതെ പോയ അല്ലെങ്കിൽ ചിന്തിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിലുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഉദരത്തിൽ ജനനം എടുക്കുമ്പോൾ അന്ന് മുതൽ അവൻ നമ്മളുടെ ചിന്തകളെ ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ ഏറ്റവും നല്ല പോസിറ്റീവ് തോട്ട്സിനെ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്സിനെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ, നമ്മുടെ ആംബിയൻസിനെ, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റും നടക്കുന്ന സംസാരത്തെ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഫീലിങ്സിനെ, നമ്മൾ അനുഭവിക്കുന്ന ഇമോഷൻസിനെ, ഇതിനെല്ലാം ആ ചെറിയ ഒരു കുഞ്ഞായിട്ടിരിക്കുന്ന ആ കുട്ടി നമ്മുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് അതിനെ അബ്സോർബ് ചെയ്തു തുടങ്ങുവാണ്. അവന്റെ കുഞ്ഞു കാതുകളിലൂടെ അവൻ കേട്ട് പഠിക്കുകയാണ്. നമ്മുടെ ഫീലിങ്സിലൂടെ അവൻ സുരക്ഷിതമായിട്ടും അല്ലെങ്കിൽ ഒരു അമ്മ സേഫ് ആയിട്ടിരിക്കുമ്പോൾ കുട്ടി സേഫ് ആണെന്ന് അവന് ഫീൽ ചെയ്യും. എന്നാൽ ഒരു വീട്ടിലൊരു മോശമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അമ്മ സുരക്ഷിത അല്ലെങ്കിൽ അതിന് ചുറ്റും നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ വളരെ മോശവും സംസാര രീതിയും അല്ലെങ്കിൽ അമ്മയുടെ ഒരു അരക്ഷിതത്വവും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ചെറിയ സമയത്ത് മുതൽ ബാധിച്ചു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമില് നിർബന്ധമായിട്ടും നല്ലൊരു പുസ്തകം, നല്ലൊരു പോസിറ്റീവ് ലൈബ്രറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് 1000 10,000 പുസ്തകങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ ഒന്നും വേണ്ട. വളരെ നല്ല പുസ്തകങ്ങൾ, നല്ല രീതിയിൽ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള
നല്ല രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു മെന്ററൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വ്യക്തികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഏറ്റവും നല്ല ടെക്സ്റ്റുകളെ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആ തെരഞ്ഞെടുക്കുന്ന ഒരു 8 10 അല്ലെങ്കിൽ 15 പുസ്തകങ്ങൾ നമുക്കൊരു സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചുകൊണ്ട് അത് നമ്മുടെ ഒരു പോസിറ്റീവ് ലൈബ്രറി ആക്കി ക്രിയേറ്റ് ചെയ്ത് ആ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ലൈബ്രറിയിൽ ഓരോ ടെക്സ്റ്റും തെരഞ്ഞെടുത്തിട്ട് ഒരു ദിവസം ഒരു 10 മുതൽ 20 പേജ് വരെ വായിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്മയാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. കാരണം അമ്മ കടന്നു പോകുന്ന ചിന്തകളിലൂടെ, വായനയിലൂടെ, അല്ലെങ്കിൽ ആ കടന്നു പോകുന്ന ആശയങ്ങളിലൂടെ, അതിന് കിട്ടുന്ന അറിവുകളിലൂടെ ആ കുഞ്ഞിന് കടന്നു പോകാൻ പറ്റുന്ന ഒരു വലിയ അവസരം ആ അമ്മയായിട്ട് ആ കുഞ്ഞിലേക്ക് നന്മയായിട്ട് കൊടുക്കുവാണ്. അതാണ് അവിടെ നിന്ന് തൊട്ടാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ ടി വി കാണുമോ? അപ്പൊ അന്നൊക്കെ നമ്മളുടെ ഒരു പ്രായത്തില് അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ടി വി കാണുക, അല്ലെങ്കിൽ അതിനെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ടെക്സ്റ്റ് വായിക്കുക, നല്ല നല്ല സ്റ്റോറീസ് വായിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരുപാട് ഡെവലപ്ഡ് ആയി. നമുക്ക് എന്ത് കാര്യങ്ങൾ ചിന്തിച്ചാലും നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയ നമ്മൾ പ്രവർത്തിക്കുന്ന കാലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം നമ്മളിപ്പോ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണ്, ആ സെർച്ച് ചെയ്ത് ഒരു പ്രാവശ്യം നമ്മുടെ ഈ AI മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാം, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്ന സബ്ജക്ട് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു സിസ്റ്റം സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനനുസരിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്ത്, ഇപ്പൊ ഗൂഗിൾ ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും ChatGPT ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള ഏത് സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് നല്ല കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും അത് അക്സെപ്റ്റ് ചെയ്യാനും അത് ഫോളോ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രഗ്നൻസി ടൈമില് ഒരമ്മ ചെയ്യുക. അതുപോലെ തന്നെ ആ അമ്മയോട് ഒപ്പം തന്നെ ഉത്തരവാദിത്തമുള്ള ആളാണ് കുഞ്ഞിന്റെ അച്ഛൻ. ആ കുഞ്ഞിന്റെ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും അമ്മ കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞും നമ്മുടെ വയറ്റിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവൻ അറിയുന്നുണ്ട്, അമ്മയുടെ ഫീലിങ്സ് അറിയുന്നുണ്ട്. അപ്പൊ അമ്മേനെ വഴക്കു പറയുകയും ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോ അവരോ വിചാരിക്കും ഇത് അമ്മ മാത്രമെന്നല്ല, ആ കുഞ്ഞും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നുണ്ട്. അവൻ വളർന്നു വരുമ്പോൾ അവന്റെ മനസ്സിലും അതിൻ്റെതായ ഭീതിയും ഭയം. ഇപ്പൊ കുട്ടികൾക്കറിയാം, നമുക്കറിയാം, ചില കുട്ടികളൊക്കെ വളർന്നു വരുമ്പോ അവര് അകാരണമായിട്ട് ഭയപ്പെടും, ഒന്നും ചെയ്യാനായിട്ട് ധൈര്യമില്ലാത്തവരായിട്ട് മാറും, അല്ലെങ്കിൽ അവർക്ക് പേടിയുണ്ടാവും, അവർക്ക് ദേഷ്യപ്പെടലുണ്ടാവും, അല്ലെങ്കിൽ അവരെന്തിനെ തിരസ്കരിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിട്ട് മാറും. ഇതെല്ലാം വരുന്നത് അവരിൽ നിന്നല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് അവർ രൂപപ്പെടുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന്, അവർ ഉൾക്കൊണ്ട അന്തസത്തയിൽ നിന്ന്, അവരറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിന്ന്, അവരുടെ മനസ്സ് രൂപപ്പെടുന്നതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ ഒരു റൂട്ടോടെ, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് നന്നായി കഴിഞ്ഞാലാണ് അതിന്റെ സ്റ്റെം നന്നാവുള്ളൂ. സ്റ്റെം നന്നായാൽ അതിന്റെ ബ്രാഞ്ചസും ലീവ്സും ഒക്കെ നന്നാവുന്നത് പോലെ ഒരു മരം പോലെ തന്നെയാണ് ഒരു കുട്ടിയും. അതിന്റെ റൂട്ട് നന്നാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ പേരൻസിന് നിർബന്ധമായിട്ടും, ഇനിയുള്ള തലമുറയിൽ നമ്മുടെ മക്കൾക്ക് വിവാഹപ്രായമായിട്ട് നിൽക്കുന്ന നമ്മുടെ മക്കളുണ്ടാവാം. അവരുടെ കുട്ടികൾ നമ്മുടെ സ്വപ്നമാണ്. ആ കുട്ടികൾ നമ്മുടെ സ്വപ്നം പോലെ അത് അവരുടെ ഒരു വ്യക്തി രൂപീകരണത്തിൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ ഒരു കുട്ടീനെ വളർത്തിയെടുക്കാനായിട്ട് ഒരു പേരൻസിന് കഴിയുന്നത് പോലെ തന്നെ സമൂഹത്തിനും അല്ലെങ്കിൽ അധ്യാപകർക്കും അങ്ങനെ മറ്റുള്ളവർക്കും എല്ലാവർക്കും കഴിയും. അപ്പൊ അതേ രീതിയിൽ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നെ വരുന്നത് അവരുടെ ഒരു അതായത് അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോസിറ്റീവ് തോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അറിയാലോ, നമുക്കറിയാം, ഒരു ശരാശരി ഒരു മനുഷ്യൻ ഏകദേശം 30,000 മുതൽ 60,000 ചിന്തകൾ വരെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 80% ചിന്തകളും നെഗറ്റീവ് തോട്ട്സ് ആണ്. അപ്പൊ നമ്മൾ മനഃപൂർവ്വം, ഇപ്പൊ നമ്മൾ ബിമാജിക്കിലൊക്കെ വന്നത് കൊണ്ട് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ്, അതിന്റെ ഡിഫറൻസ്, എങ്ങനെ പോസിറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് ആക്കി മാറ്റാം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് തോട്ട്സ് വരുമ്പോ, നെഗറ്റീവ് തോട്ട്സ് വരുമ്പോ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കത് പറയാൻ പാടില്ല. ഐ നെവർ റിപ്പീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ആക്കി അതിനെ മാറ്റി അത് കൃത്യമായിട്ട് ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കും. അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മക്കൾക്കും എല്ലാം നമ്മളിത് പറഞ്ഞു കൊടുക്കുകയും
അവരുടെ ആ ഒരു സമയത്ത് നമ്മൾ അവരെ കെയർ ചെയ്യുകയും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പരിശീലിപ്പിക്കുകയും കൂടുതലും നല്ല നല്ല സ്റ്റോറീസ് വായിക്കാനായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. ചാണക്യതന്ത്രങ്ങള്, അല്ലെങ്കിൽ ബുദ്ധിവികാസത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ബ്രില്യൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഒരു സ്വീകാര്യതയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ടെക്സ്റ്റുകളുണ്ട്. അതെല്ലാം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നല്ലൊരു വ്യക്തിത്വം നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആ വ്യക്തിത്വം, അവരുടെ അല്ലെങ്കിൽ സംസാര രീതി, പെരുമാറ്റം എല്ലാം അതിലേക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മോനെ നാളെ വിവാഹം കഴിക്കുകയാണ്. അവരുടെ സംസാരവും പെരുമാറ്റവും അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കുന്ന അറ്റ്മോസ്ഫിയറും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതേ സമയത്ത് ഒരാള് പ്രഗ്നന്റ് ആയിട്ട് വീട്ടിലുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പാണ്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്കൊന്നും ഇത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും പല സമയത്ത് മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പല തരത്തിലും ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്റെ മകൻ ഉൾപ്പെടെ അങ്ങനെയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറ്റുന്ന രീതിയിൽ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇപ്പൊ ശ്രമിച്ചാലും ഒരു പരിധിയിൽ കൂടുതൽ അത് പരാജയപ്പെടുവാണ്. കാരണം അന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെറുതായിട്ടിരിക്കുമ്പോ കൊടുക്കേണ്ട വെള്ളവും വളവും തൈ നട്ട് നനച്ച് വളർത്തി വലുതാക്കി കഴിഞ്ഞാലേ അതിന്റെ ബലത്തിൽ അതിന് സ്വയം വെള്ളവും വളവും ഒക്കെ ആഗിരണം ചെയ്യാനുള്ള പവർ ആ റൂട്ട്സിന് കിട്ടുള്ളൂ. അതേപോലെയാണ് കുഞ്ഞുങ്ങളും. അവർക്ക് ഓരോ സമയത്തും കൊടുക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് കൊടുത്തു പോയില്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് എല്ലാം കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അവർക്കുടെ ഇമോഷൻസിന് നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യണം. അവരുടെ ചിന്തകളെ നമ്മൾ അഡ്രസ് ചെയ്യണം. അവരുടെ വാക്കുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവരെ അംഗീകരിക്കണം. അപ്പൊ ഇതേ രീതിയിൽ ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ 0 to 8 yearsലാണ് അവരുടെ ഒരു വ്യക്തിത്വ വികസനത്തിന്റെ ഒരു 70% രൂപപ്പെടുന്നത്. അപ്പൊ അതില് ആ രൂപപ്പെടുന്ന സമയത്ത് 0 to 8 years അറിയാം, നമ്മൾ കുട്ടികൾ കളിച്ച് നടക്കുന്ന സമയമാണ്. അവരൊന്നും ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയമാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അവരുടെ 70% അല്ലെങ്കിൽ 75% വ്യക്തിത്വ വികസനത്തിന്റെയും ആ ഒരു സമയം ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കാണുന്നുണ്ട്, അവരെല്ലാം അറിയുന്നുണ്ട്, അവരെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങള് ചെറുതായിരിക്കുമ്പോ മുതല് ഓരോ സമയത്തും അവർക്ക് കൊടുക്കേണ്ട കെയറിങ് അല്ലെ, ഒരമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് അമ്മഞ്ഞു കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിലൂടെയാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള ആ ഒരു ബന്ധം ഉടലെടുക്കുന്നത്. ഒരമ്മയ്ക്ക് കുഞ്ഞിനോളം വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. വേറെ ഈ ലോകത്തിൽ എന്തൊക്കെ കൊണ്ടുകൊടുത്താലും നമ്മുടെ കുഞ്ഞിന് പകരാവൂല. അപ്പൊ അവിടുന്ന് മുതൽ അമ്മ പകർന്നു കൊടുക്കുന്ന സ്നേഹവും സന്തോഷവും അതിനുള്ള ഒരു സമാധാനവും എല്ലാം അവന് കിട്ടുന്നത് അമ്മ പകർന്നു കൊടുക്കുന്ന മുലപ്പാലിലൂടെ തന്നെയാണ്. അപ്പൊ അന്ന് മുതൽ അവന് കിട്ടുന്ന കെയറിങ്, അവനിപ്പോ ഒരു ദിവസം ഒരു ജയിലിൽ ഒരാൾ സന്ദർശിക്കാൻ ഇടയായി. അപ്പൊ അയാൾ സന്ദർശിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായ മുഖഭാവമുള്ള ഒരാളെ കാണുവാണ്. അപ്പൊ അയാളുടെ ഉദ്ദേശം യുദാസിന്റെ ഒരു പടം വരയ്ക്കണം. അയാൾ എന്നിട്ട് ഇയാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാളുടെ മുഖത്തേക്ക് നോക്കി യുദാസിന്റെ പടം വരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തപ്പോൾ അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വളരെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖം വരയ്ക്കാനായിട്ട് എന്റെ മുഖമാണ് സെലക്ട് ചെയ്തത്. ഇന്ന് നിങ്ങൾ തന്നെ എന്റെ മുഖമാണ് യുദാസിന്റെ മുഖം വരയ്ക്കാൻ സെലക്ട് ചെയ്തത്. കാരണം എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് എന്നെ ഇങ്ങനെയാക്കി മാറ്റി തീർത്തത്. അയാളുടെ തെറ്റാണോ അത്? അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിക്കേണ്ടി വന്ന ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും അയാളെ യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ നിന്ന് അത്രയും പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പാവനമായിട്ടുള്ള ഒരു മുഖത്തിൽ നിന്ന് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു മുഖത്തിലേക്ക് മാറ്റുന്ന രീതിയിൽ അയാളുടെ അനുഭവങ്ങൾ അയാളെ മാറ്റി. അപ്പൊ നമ്മുടെ കുട്ടികളും അതേപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 75% അല്ലെങ്കിൽ 90% കാരണക്കാര് നമ്മൾ തന്നെയാണ്, നമ്മുടെ വീട് തന്നെയാണ്, നമ്മൾ കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ കുട്ടികളുടെ വാക്കുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു ലിസണർ ആവുക. എപ്പോഴാണോ നമ്മൾ കുട്ടികളെ കേൾക്കാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ അവരെ അറിയാൻ തയ്യാറാവുന്നത്, അവരെ ഒരു കൂട്ടുകാരായിട്ട് കൺസിഡർ ചെയ്ത് അവരോടൊപ്പം ഇരുന്ന് സംസാരിച്ച് അവരോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച്
അവരിലൂടെ ആൻസറുകൾ കണ്ടെത്തി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടികൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആവും അല്ലേ? എന്താ മോന്റെ പേരെന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ പേരന്റ് ചാടി പറയും, അവന്റെ പേര് ഇന്നതാ. ഏത് ക്ലാസ്സിലാ മോൻ പഠിക്കണേ? ഒരു നെയ്ബർ വരുമോ, അല്ലെങ്കിൽ ഒരു പരിചയക്കാരും ഒരു ഫ്രണ്ട് വരുമോ? അപ്പൊ തന്നെ അമ്മ ഉത്തരം പറയും, മോൻ 8ാം ക്ലാസ്സിലാ. എങ്ങനെയുണ്ട് പഠിക്കാൻ? അതിനും അമ്മ മറുപടി പറയും, അവൻ നന്നായിട്ട് പഠിക്കും. അല്ലേ വേണ്ട, അത്രയ്ക്കങ്ങ് പോരാ. ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ കുട്ടികളെ സംസാരിക്കാൻ അനുവദിക്കാതെ നമ്മൾ തന്നെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളായിട്ട് പറഞ്ഞ് അവരെ കേൾക്കാതെയൊക്കെ മുന്നോട്ട് പോയാൽ അവരെങ്ങനെ സ്വന്തമായിട്ട് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ആ അഭിപ്രായങ്ങളെ വിലയിരുത്താനും ഒക്കെ അവർക്ക് എങ്ങനെ കഴിവുണ്ടാവും? ഇങ്ങനെയൊക്കെ കഴിവുള്ള കുട്ടികളാണ് സമൂഹത്തിന്റെ ഉന്നത നിരയിലേക്ക് വരാനും അവർക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്ത് നല്ല രീതിയിൽ വരാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ ചില പേരൻസ് ഒക്കെ പറയാറുണ്ട്, ചില പേരൻസ് അറിയാതെയൊക്കെ പറയും, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തിട്ട് പറയും, നിനക്കൊക്കെ എന്തിന്റെ കേടാ, നിനക്ക് നല്ലത് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലേ? ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ട, അന്ന് എനിക്ക് കറണ്ട് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വെള്ളം ഇല്ലായിരുന്നു, വെളിച്ചില്ലായിരുന്നു, കിലോമീറ്ററുകൾ വെള്ളമൊക്കെ ചുവന്നിട്ട് വന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തിരുന്നത്. അല്ലെങ്കിൽ മോട്ടർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലായിരുന്നു, എന്നിട്ട് ഞാൻ പഠിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചില്ലേ? നിനക്കൊക്കെ എന്തിന്റെ കേടാ, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ, എന്നിട്ട് നീ എന്താ പഠിക്കാത്തെ? ഇതൊക്കെ പറഞ്ഞാൽ നന്നാവുന്നോർത്താണ് നമ്മൾ പറയണത്. പക്ഷെ അത് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫൻസിലേക്ക് കൊണ്ടുവരികയാണ്. അവരതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അവര് തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കും. എന്നാ അമ്മ അച്ഛനും ഉണ്ടാക്കിയ സൗകര്യങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചോ, എനിക്ക് വേണ്ട. നമ്മളിപ്പോ അടുത്തിടയിൽ ഒരു റീൽസ് തന്നെ കാണാനിടയായി. എല്ലാ മക്കളോടും അമ്മമാരെ അല്ലെങ്കിൽ പറയും, നിന്നെയൊക്കെ 10 മാസം ചോന്നിട്ടല്ലേ ഞാനിങ്ങനെ ഇത്രയും ഒക്കെ ആക്കിയെടുത്തത്, എത്ര കഷ്ടപ്പെട്ടു ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോ ഇതൊരു റീൽസ് വന്നു ഇപ്പൊ അടുത്തിടയ്ക്ക്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് അമ്മയുടെ വയറ്റിൽ 10 മാസം കിടന്നേ. അവിടെ ഇരുട്ടായിരുന്നു, ഒരു വെളിച്ചമില്ലായിരുന്നു, അതുപോലെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലായിരുന്നു. അമ്മ കഴിക്കണ ഭക്ഷണം അല്ലാതെ എനിക്കൊരു നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു റീൽസ് ഉടനെ ഉണ്ടായി. അത് വളരെ വൈറലായി, എല്ലാരും കാണുകയും ചെയ്തു. അപ്പൊ അതേപോലെ തിരിച്ച് കുട്ടികൾ മറുപടി പറയാൻ തുടങ്ങും. അവരെ നമ്മൾ പ്രകോപിപ്പിച്ചാൽ, അവരെ നമ്മൾ അകാരണമായിട്ട് അവരെ ദേഷ്യപ്പെടുത്തിയാൽ അവര് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അത് ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല. നേരെ മറിച്ച് നമ്മുടെ കുട്ടീനെ അടുത്ത് വിളിച്ചിട്ട് സ്നേഹത്തോടെ, ഞാനിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മോനെ, നമുക്ക് അന്ന് വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കിട്ടാനോ ഒന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ സമയത്തൊക്കെ പഠിക്കാനൊക്കെ പോയത്. പഠിച്ചിട്ട് പോയിട്ട് വരുമ്പോ നല്ല ഭക്ഷണമൊന്നും കിട്ടാനുള്ള ആ സമയത്തൊക്കെ വളരെ കുറവായിരുന്നു. ഇങ്ങനെയൊക്കെ വിളിച്ച് സ്നേഹത്തോടെ അടുത്തിരുത്തി നമ്മളൊരു കഥ പറയും പോലെ നമ്മുടെ ജീവിതം അവന് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം അടുത്തിരുത്തി അവനോട് പറയാം, പക്ഷെ ഇന്ന് മോന് എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്, മോന് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനും മോന്റെ അമ്മയും കൂടി കഷ്ടപ്പെട്ട ഒരു അച്ഛനാണെങ്കിൽ പറയാം, കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ മോന് മാത്രം കിടക്കാനായിട്ട് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, മോന് സൗകര്യങ്ങളിലൂടെ വളരാനായിട്ട് നമ്മൾ എല്ലാവിധ സോഷ്യൽ സംവിധാനങ്ങളും അതിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്, മോന് വായിക്കാനായിട്ട് നല്ല പുസ്തകങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്, മോന് കാണാനായിട്ട് ടിവിയും അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ടി വി ഇല്ലാത്തതുകൊണ്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്ഥലത്ത് പോയി ടി വി ഒക്കെ കണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും മോൻ ഇന്ന് ഞങ്ങളിലൂടെ എത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ സഹായത്താൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സൗകര്യങ്ങളെ മോന്റെ ലൈഫിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാനും അത് മോന്റെ ലൈഫിലേക്ക് ഒരു സക്സസിലേക്ക് കൊണ്ടുവരാനും, അല്ലെങ്കിൽ മോന് ലഭിച്ചിരിക്കുന്ന, മോനെ ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന മോന്റെ കഴിവുകളെ മോൻ തന്നെ കൺസിഡർ ചെയ്ത് പരിഗണിച്ച് അതിനെ ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ച് മോന് കിട്ടിയിരിക്കുന്ന അമ്മയും അച്ഛനും എല്ലാവരും മോന്റെ സ്നേഹത്തോടെ മോനെ മോട്ടിവേറ്റ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും നിന്നെ സേഫാക്കി നിർത്താനും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നിനക്ക് ഒന്നിനും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഇങ്ങനെ ഓൾറെഡി നിന്റെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ട്, നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്, നിനക്ക് എന്ത് കാര്യത്തിനും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം, എന്ത് സങ്കടം വന്നാലും നിനക്ക് എന്നോട് ഷെയർ ചെയ്യാം, ഞങ്ങളോട് സംസാരിക്കാം, അതേപോലെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കുട്ടികൾക്ക് ധൈര്യം കൊടുത്ത് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. ഈ കഴിവ് ഉപയോഗിച്ച് നിനക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ബുദ്ധിയും കഴിവും അറിവും അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങളും എല്ലാം ഉപയോഗിച്ച് മോന് വളരാനും മോന്റെ ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ മോനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ മോനൊന്ന് പുറത്തേക്ക് എടുക്കണം. അതിന് പറ്റുന്ന രീതിയിൽ മോന് നല്ല സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ആ സ്കൂളിൽ നിന്ന് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ഒരു ടീച്ചേഴ്സിനെ നമ്മൾ താത്തി പറയാൻ പാടില്ല.
ഏറ്റവും നല്ല അധ്യാപകര്, അവരുടെ ചിന്താഗതികള്, അവർ ചിലപ്പോൾ വഴക്ക് പറയും. മോനോട് ഇഷ്ടം കൊണ്ടാണ്, മോനോട് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് മോനോട് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസിലൂടെ മോന് കൂടുതൽ വളരാൻ പറ്റും എന്ന് അവനെ കൺവിൻസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കൂടുതലും നമ്മള് കുട്ടികളെ നല്ലൊരു ലിസൺ ചെയ്ത് അവരുടെ കാര്യങ്ങളെ, ഇമോഷൻസിനെല്ലാം അഡ്രസ് ചെയ്ത് അവരുടെ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്ത് എംപവർ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ പേരൻസ് ഏറ്റെടുക്കണം. അതൊരിക്കലും വലിയ വാക്കുകളിലൂടെയല്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു വാക്കുകളിലൂടെ, ഏറ്റവും സ്നേഹമായിട്ടുള്ള ഒരു തലോടലിലൂടെ, ഏറ്റവും സ്നേഹമായിട്ട് ചേർത്ത് പിടിച്ച് നമ്മുടെ മക്കളെ ഒന്ന് ഉമ്മ വയ്ക്കണം. എന്താണ് നമ്മൾക്ക് മക്കളെ ഉമ്മ വയ്ക്കാൻ പാടില്ലേ? എന്റെ മോനിപ്പോ 23 വയസ്സായി, എന്റെ മോക്ക് 25 വയസ്സ് കഴിഞ്ഞു. പക്ഷെ ഞാൻ അവര് രണ്ടുപേരെയും കാണുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോ, യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോ ചിലപ്പോ ഒക്കെ എന്നെ കെട്ടി അല്ലെങ്കിൽ ഉമ്മ വെക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ചേർത്ത് പിടിക്കാനുണ്ട്, ഉമ്മ വെക്കാനുണ്ട്. അല്ലെങ്കിൽ അവര് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്, അത് ഈ ലോകത്തിൽ എന്ത് കൊടുത്താലും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി നമ്മുടെ ഭക്ഷണം ഇച്ചിരി മുതിർന്ന മക്കൾക്ക് വാരി കൊടുത്ത് സ്നേഹത്തോടെ കൊടുത്താൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. കാരണം നമ്മളാണ് അവരുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് നമുക്കാണുള്ളത്. അപ്പൊ നമ്മളുടെ കുട്ടികൾ പരസ്പരം ഷെയർ ചെയ്യാൻ പഠിക്കണം. അവര് നമ്മൾ കൊടുക്കുന്ന ഷെയറിങ്ങിലൂടെയാണ് അവര് പഠിക്കുന്നത്. അപ്പൊ സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് പങ്കുവെച്ച് കഴിക്കാനും അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ പഠിക്കണം. അപ്പോഴാണ് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ യാത്രകൾ ചെയ്യാൻ പഠിക്കണം. നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ യാത്രകൾക്ക് പോകണം. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ഓരോ സമയവും നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയും. അത് നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ്, അതായത് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് അവർ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരിക്കലും ചെയ്തു കൊടുക്കരുത്. അവരുടെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ചെയ്തു കൊടുക്കരുത്. അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇന്ന സമയത്ത് എഴുന്നേക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ അല്ല. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളല്ല അവർ ജീവിക്കേണ്ടത്. നമുക്ക് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചിരുന്ന സമയത്ത് ഒരു IPS ഓഫീസർ ആവാനായിരുന്നു ഇഷ്ടം. പക്ഷെ അതായില്ല. അപ്പൊ ഞാൻ എന്റെ മോന്റെ അടുത്ത് ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, എനിക്കൊരു പോലീസ് ഓഫീസർ ആവാനായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് നീ ഒരു പോലീസ് ഓഫീസർ ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എന്റെ മോൻ എന്റെ അടുത്ത് ചോദിക്കും, അമ്മയുടെ ഇഷ്ടമാണോ എന്റെ ഇഷ്ടം? അല്ലല്ലോ, എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന് ബിസിനസ് ചെയ്യാനാണ് ഇപ്പോഴും താല്പര്യം. ഇപ്പോഴും ജോലിയുടെ കാര്യം പറയുമ്പോ എപ്പോഴും പറയും, എനിക്ക് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. അതും ചെറുപ്പത്തിലെ നമ്മൾ പകർന്നു കൊടുത്തതാട്ടോ, അല്ലാതെ അവനിൽ തന്നെ ഒന്നല്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ആ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ലൈഫിലെ സിറ്റുവേഷൻസും അവരുടെ ജീവിത രീതികളും അവരുടെ ഉപയോഗിക്കുന്ന കാറും വണ്ടിയും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും ഒക്കെ കണ്ട് നമ്മുടെ ഫാമിലി തന്നെ അത് കണ്ടിട്ട് അവരെ പോലെ ആവണം നമ്മുടെ മകൻ എന്ന് നമ്മൾ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടി ഇന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അത് അവന്റെ തെറ്റല്ല, നമ്മൾ ചിന്തിച്ചതിന്റെ തെറ്റാ. അപ്പൊ അതേ രീതിയിൽ കുട്ടികളുടെ ആ ആശയങ്ങളെ, നമ്മൾ അവരുടെ സ്വപ്നങ്ങളെ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ സ്വപ്നം, നമ്മളെ കുട്ടി എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു കോളേജിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യാതൊരു എഞ്ചിനീയറിങ്ങിനോട് AI യാതൊരു താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്. അവരെ കൊണ്ടുപോയിട്ട് AI എഞ്ചിനീയറിങ്ങിനും കമ്പ്യൂട്ടർ സയൻസിനും അല്ലെങ്കിൽ CS-ന് അല്ലെങ്കിൽ AI സ്പെഷ്യലൈസ്ഡ് CS-നും ഒക്കെ ചേർക്കും. അപ്പൊ അവിടെ വരുന്ന കുട്ടികൾ അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റാതെ, അവർക്ക് ആ സബ്ജക്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബ്രെയിൻ അതിന്റെ ഒരു പവർ ആഗിരണം ചെയ്യാൻ പറ്റാതെയൊക്കെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ 1 വർഷമൊക്കെ പഠിച്ചിട്ട് പിന്നെ അവരത് നിർത്തി വേറെ കോഴ്സിന് പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ മനസ്സറിയാനും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അവരുടെ ആശയങ്ങളെയും അവരുടെ ആഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ അറിയാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പാതയിലൂടെ നമുക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ എല്ലാവർക്കും എഞ്ചിനീയറും ഡോക്ടറോ അല്ലെങ്കിൽ IAS ഓഫീസറോ ഒന്നും ആവാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നല്ലൊരു കലാകാരനാവാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സിംഗർ ആവാനായിരിക്കും ആഗ്രഹം. അതിനുള്ള കഴിവ് അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ അതേ രീതിയിൽ ഫോളോ ചെയ്യുക. അവരൊക്കെ പോകാനുള്ള വഴിയെ നമ്മൾ അതിന്റെ ഒരു വഴി തെളിച്ചു കൊടുക്കുക. അവരെ നമ്മൾ കൂടെയുണ്ട്, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന്
അവർക്ക് കൊടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തെരഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മൾക്ക് അതിനുള്ള ഒരു ഇതാണ് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ കുട്ടികളോട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മുടെ കുട്ടികളോട് ഞാൻ കുറച്ച് ഇമോഷണലി ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കുട്ടികളോടുള്ള അത്രയും വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പവും സ്നേഹവും ബന്ധങ്ങളും ഈ ലോകത്തിൽ വേറെ ആരോടും ഫീൽ ചെയ്യില്ല. അത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്. ഓരോ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കുട്ടികളോടുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും ബന്ധവും ഈ ലോകത്തിൽ വേറെ ആരോടും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടാവുമെന്ന് അറിയത്തില്ല, ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളോട്, നമ്മുടെ പേരൻസിന് നമ്മളോടും ഒക്കെയുള്ള ബന്ധങ്ങൾ. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പേരൻസിനോടും നമുക്കുള്ള ബന്ധങ്ങൾ. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതിനേക്കാൾ ഒരുപിടി മുന്നില് അല്ലെങ്കിൽ ഒരുപാട് കൂടുതലായിട്ട് നമ്മുടെ പേരൻസും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ലൈഫിലൊക്കെ അങ്ങനെയാണ്. എൻ്റെ അമ്മ എനിക്കിപ്പോഴും ഒരു സുഖമില്ലാതെ വന്ന അമ്മ ഉറങ്ങാതിരിക്കും. അല്ലെങ്കിൽ രാവിലെ ഒരു കോള്, ഉച്ചയ്ക്ക് ഒരു കോള്, വൈകുന്നേരം ഒരു കോള്, 3 കോള് മറ്റേ മെഡിസിൻസ് കഴിക്കും പോലെ വന്നുകൊണ്ടിരിക്കും. കാരണം എന്നാലാണ് ചായ കുടിച്ചോ, ഇന്ന് എന്ത് കഴിച്ചു, എനിക്ക് ഡയബറ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ടെൻഷനാണ്, എന്ത് കഴിച്ചു, എന്ത് കൂടുതൽ കഴിച്ചോ, അങ്ങനെയൊക്കെ ടെൻഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്ത് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കറിയാം അമ്മയ്ക്ക് ഇത് മാത്രമാണ് ചോദിക്കാനുള്ളൂ എന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ അത് അവരുടെ ഉത്കണ്ഠയാണ്, എനിക്കറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ വരാനും അതുപോലെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് മാറുവാനും എല്ലാ രീതിയിലും ഒരുമയോടെ ചിന്തിക്കാനും എല്ലാം കഴിഞ്ഞതിൽ ജഗദീശന് നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഒരു ഏറ്റവും നല്ല സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട്, ഏറ്റവും നല്ലൊരു രാഷ്ട്രത്തെ പണിതുയർത്തുവാനായിട്ട്, ഏറ്റവും നല്ല കുട്ടികൾക്ക് നല്ലൊരു ഭാവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു ഗ്രാൻഡ് പേരൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു നൈബർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കുട്ടികളിലേക്കും നമുക്ക് കിട്ടുന്ന അറിവുകൾ പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ ജൂബി മാം, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മാം ഷെയർ ചെയ്തിട്ടുള്ളത്. എനിവേ താങ്ക് യു സോ മച്ച് മാം. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിംഗ് ടൈം ആണ്. സോ ആരാ ഫസ്റ്റ് പറയുന്നേ? ഗുഡ് മോർണിംഗ് മാം. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിലൂടെ തുടങ്ങിയിട്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം എന്ന് വരെ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ്സായിരുന്നു. കുറേ അറിവുകളും അതുപോലെ തന്നെ അവരെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ലൊരു ക്ലാസ്സായിരുന്നു മാം, നല്ലൊരു ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു. എന്തായാലും അതില് വലിയ സന്തോഷമുള്ള എന്താ പറയുക, ഇന്നലെ വൈകുന്നേരം ഞാനൊന്ന് വിളിച്ചു, ഇപ്പളെ പിന്നീട് ഒരു ചാൻസ് ഒന്നും ചോദിച്ചില്ല, അപ്പോഴൊരു ക്ലാസ് എടുക്കാൻ തയ്യാറായി. നല്ലൊരു സെക്ഷൻ, നല്ലൊരു നമുക്ക് അറിയേണ്ട വിഷയങ്ങളാണത്. കാരണം നമ്മൾ വിചാരിച്ച് നമ്മളിപ്പോൾ തുടങ്ങിയാല് ശരിയാവുന്ന, കുട്ടിക്കാലം മുതലേ റെഡിയാക്കി കൊണ്ടുവരേണ്ടതാണ്. നമ്മളാണത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നമ്മളെ പരിപാലിച്ച ആളുകൾക്കൊന്നും ഇത് അറിയില്ലേനും ഈ മനഃശാസ്ത്രം ഒന്നും ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അന്ന് അതിനെന്തൊരു ചൊല്ലുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ. എന്താണ് മണിസാറ എന്ന് പറഞ്ഞ്, കട്ടയിൽ കിടന്ന് കതിര് കയറ്റുന്നില്ലേ, അങ്ങനെ കട്ടയിൽ കിടന്ന് കതിര് കയറ്റുന്നാണ് പറഞ്ഞത്. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും അത് അവര് കുട്ടികൾ വളർന്നോളും എന്നുള്ളൊരു ചിന്തയാണ്. അതേപോലെ തന്നെ രണ്ടാമത്, നമ്മളല്ല ഇത് തീരുമാനിക്കേണ്ടത് ഈ കുട്ടി എന്താക്കണം. കാരണം അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു താല്പര്യങ്ങളും കഴിവുകൾ, സ്കില്ല് അതൊക്കെ കണ്ടെത്താൻ ഇഷ്ടംപോലെ മാർഗമുണ്ട് ഇല്ലേ. ഇപ്പൊ ഞാൻ ആരാണെന്നും എന്ത് കഴിവാണ് എനിക്കുള്ളതെന്നും ആ കഴിവ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാന്നൊക്കെ കണ്ടെത്താനുള്ള മാർഗങ്ങളൊക്കെ ഒന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും നല്ലൊരു സെക്ഷനായിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു റസാഖ് സർ. മാജിക് മോർണിംഗ് മാം, ഇത് ഒരു വളരെ നല്ല ഒരു ടോപ്പിക്കായിരുന്നു. വളരെ നല്ലതായിട്ട് പ്രസന്റ് ചെയ്തു. ഒരു കടൽ പോലുള്ള അത്രത്തോളം വലിയൊരു ടോപ്പിക്കിനെ ഒരു നട്ട്ഷെല്ലിനുള്ളിലാക്കിയിട്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് അരമണിക്കൂറിനുള്ളിൽ അത്
എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്തത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. മണി സർ, മാം, നല്ലൊരു പ്രസന്റേഷൻ ആയത്, നല്ല ഒഴുക്കോട് കൂടിയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് അത് നമ്മളിലേക്ക് എത്തിച്ചു തന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല സമൂഹം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ സ്നേഹവും ബഹുമാനവും കെയറും എല്ലാം കൊടുത്തിട്ട് അവരെ നല്ല ശ്രദ്ധയോടെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അവരെ എൻകറേജ് ചെയ്തിട്ട് നമ്മൾ നല്ല പൗരന്മാരായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന അത്യാവശ്യകത ഇന്ന് നല്ല രീതിയിലാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. അപ്പം ചെറുപ്പത്തിലേ മുതൽ, അതായത് പ്രഗ്നൻസി പീരീഡിൽ തന്നെ നമ്മൾ അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിരുത്തി അവർക്ക് നല്ല ബുക്കുകളിലെ അറിവുകളെല്ലാം പകർന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നമ്മൾ തന്നെ ഒരു റോൾ മോഡലായിട്ട്, നമ്മൾ തന്നെ ഒരു നല്ല വ്യക്തികളായിട്ട് മാറി അത് അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പേരൻസിനോടും നമ്മൾ ചെയ്യേണ്ട കടമ അവരോട് ബഹുമാനം, അവർക്ക് വേണ്ട കെയറും സപ്പോർട്ടും ഒക്കെ കൊടുക്കേണ്ട കാര്യം മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും നല്ലൊരു പേരന്റ് ആയിട്ട് ഇതായിരുന്നു, നല്ല ഒരു ഇന്നത്തെ പ്രഭാതത്തിൽ ഒരു നല്ല ഒരു വിഷയം ഇവിടെ എത്തിച്ചു തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. ഷീല മാം. ഓക്കെ ജൂബി മാം, നല്ലൊരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എന്താണ് പ്രഗ്നൻസി മുതൽ കുട്ടിയുടെ അഡോളസന്റ് ഏജ് വരെ നമ്മൾ ഒരു പേരന്റ് എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യണം, കുട്ടികളെ എങ്ങനെ നമ്മൾ നിരീക്ഷിക്കണം, എങ്ങനെ അവർക്ക് കെയർ കൊടുക്കണം എന്നൊക്കെ മാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇവയൊക്കെ നമുക്കറിയാവുന്നതാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ. പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്. അവൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളർത്തു ദോഷം തന്നെയാണ് കേട്ടോ, പക്ഷെ കംപ്ലീറ്റ് വീട്ടിലെ വാല്യുബിൾ തിങ്സ് എല്ലാം വലിച്ചെറിയുക. അവൻ എന്തെങ്കിലും കാര്യം സാധിക്കാതെ വന്നാൽ ഉടനെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും അതൊരു ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതായത് കുട്ടികളുടെ സ്വഭാവത്തിനെ ട്രീറ്റ് ചെയ്ത് അതിനെ തെറാപ്പി ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുട്ടീനെ നമ്മളിപ്പോ 10 വയസ്സായതുകൊണ്ട് തീർച്ചയായിട്ടും ബിഹേവിയറൽ തെറാപ്പിയിലൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ കൗൺസിലിങ്ങിലൂടെ തന്നെയാണ് അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം അവന്റെ ഇപ്പൊ പറഞ്ഞതുപോലെ അവന്റെ റൂട്ട്സ് വളരെ മോശമാണ്. അവൻ എപ്പോഴോ പ്രഗ്നൻസി ടൈം മുതൽ അവൻ അനുഭവിച്ചു പോന്നിട്ടുള്ള മാനസിക സംഘർഷങ്ങളും അവന്റെ ലൈഫിലെ അരക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ അവന് പ്രതികരണവും ഒക്കെ അവന് പുറത്തു വരുന്നത് ഈ അവസ്ഥയിലാണ്. അപ്പോ അതില് നമ്മള് കുട്ടികളെ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് വേണ്ടി ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അവർക്ക് ഓരോ പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൊണ്ട് തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അവനെ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് പേരൻസിന് നല്ലൊരു പങ്കുണ്ട്. അവർ ഓരോ സമയം ഈ കുട്ടീനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന രീതിയിൽ അവനെ പ്രോത്സാഹിപ്പിക്കണം. അവൻ എന്തൊക്കെ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി 100%, ഒരു ആള് 100% മോശക്കാരനല്ല. ഒരു 50% അല്ലെങ്കിൽ 50% ആണെങ്കിൽ അതിനകത്ത് ഒരു 50% നന്മയും സ്നേഹവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികളിലും നമ്മളിലും ഉണ്ട്. അപ്പൊ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് അവൻ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും ശ്രദ്ധിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പൊ മോൻ ചെയ്ത് നന്നായി, ഇപ്പൊ വളരെ നന്നായിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ മോന്റെ ആ കാര്യം ചെയ്ത മോൻ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് വന്നു, നല്ല ഡ്രസ്സ് ഇട്ടപ്പോ നല്ല ലുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് മോനെ കാണാൻ എന്ത് ഭംഗിയാ, ഇന്ന് മോന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മോൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴുകി വെച്ചപ്പോ ഇന്ന് അമ്മയ്ക്ക് അഭിമാനം തോന്നണു, അമ്മയുടെ കുട്ടി നന്നായല്ലോ. ഇങ്ങനെയൊക്കെ മോനോട് പറഞ്ഞു കൊടുക്കാം. ഒരമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ മക്കളെ ടച്ച് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ അച്ഛന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ഇനി അതുകൊണ്ടൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാലും ഇനി അവന്റെ അധ്യാപകരോടും അവനോട് പറഞ്ഞു കൊടുക്കണം, അവനിങ്ങനെ ഒരു ഇതുണ്ട്. അതിന് കൂടുതൽ അവനെ പ്രകോപിപ്പിക്കാതെ, വഴക്കു പറയാതെ, അവനെ തിരസ്കരിക്കാതെ, അവനെ റിജക്ട് ചെയ്യാതെ ഒക്കെ അവനെ ചേർത്ത് പിടിച്ചേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മുടെ കുട്ടികൾ വഴക്ക് പറഞ്ഞോ ദേഷ്യപ്പെട്ടോ അടിച്ചോ ഒന്നും നമുക്ക് ഒരു കുട്ടീനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് അവരിൽ ഒരു പ്രതികരണ സ്വഭാവവും ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർ പോവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും മാം അവന്റെ അമ്മേനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ പേരൻസിനെ രണ്ടുപേരെയും കൂടി ഇരുത്തി പറഞ്ഞു കൊടുക്കണം, മോനെ ചേർത്ത് പിടിക്കണം, മോനെ ആശ്വസിപ്പിക്കണം, മോനെ കിടക്കാൻ നേരത്ത് ഒരു ഉമ്മ കൊടുക്കണം,
ഇന്നെന്റെ മോൻ നല്ല കുട്ടിയായിരുന്നു, അവൻ ചിലപ്പോ കുറെ ചീത്തകള് വികൃതികള് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ചെയ്തോട്ടെ, അവൻ കുട്ടിയല്ലേ. പക്ഷെ നമ്മൾ വലുതല്ലേ. അതുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് പറയണം, ഇന്ന് മോൻ നല്ലൊരു ദിവസമായിരുന്നു മോൻ, മോനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, മോനെ കുറിച്ച് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഇത്രയും നല്ലൊരു മോനെ തന്നതില് ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ പറയണം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ആവാൻ അവർ ശ്രമിക്കും. തീർച്ചയായിട്ടും മാം. പിന്നെ കൂടുതലും ഹലോ ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കൗൺസിലിംഗ്, ബിഹേവിയറൽ തെറാപ്പി, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. ഹോമിയോ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. പരിമിതമായ അറിവാണ്, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ഷീല മാം. ദെൻ നെക്സ്റ്റ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ടൈം 6:30 ആയിട്ടുണ്ട്. ഞാൻ ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ട്രെയിനേഴ്സ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും നോക്കിയാളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലീഡേഴ്സും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക, ജസ്റ്റ് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എനിവേ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്തൊരു മോർണിംഗിൽ നല്ലൊരു സെഷൻ തന്നതിന് എനിവേ താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ജുബി മാം, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഓൾ.